യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവിന് ചികിത്സാ സഹായം നൽകിയതിൽ തട്ടിപ്പ് നടന്നുവെന്ന ആരോപണത്തിന്മേൽ ആലപ്പുഴയിൽ സംഘടനയ്ക്കുള്ളിൽ വിവാദം കൊഴുക്കുകയാണ്. ലാത്തി ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘയ്ക്ക് 11 ലക്ഷത്തിൽ പരം രൂപ കൈമാറിയിട്ടുണ്ടെന്ന് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അനൌദ്യോഗികമായി പറയുന്നു. സ്വകാര്യ ആശുപത്രിയിൽ സ്യൂട്ട് റൂം അടക്കം മേഘ ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട്. അതേസമയം ചികിത്സയ്ക്ക് മുൻകൈയെടുത്ത രമേശ് ചെന്നിത്തല അടക്കം മേഘയുടെ പ്രതികരണത്തിൽ അതൃപ്തരാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നടന്ന പ്രതിഷേധ മാർച്ചിലാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മേഘയ്ക്കും പ്രസിഡന്റ് പ്രവീണിനും തലയ്ക്ക് പരിക്കേൽക്കുന്നത്. വീണുകിടന്ന പ്രവീണിനെ പോലീസ് വളഞ്ഞിട്ടടിക്കുന്നതിനിടയിൽ തടയാൻ ശ്രമിക്കുമ്പോഴാണ് മേഘയ്ക്ക് അടിയേറ്റത്. സാരമായി പരിക്കേറ്റ മേഘ തിരുവല്ലയിലെയും തിരുവനന്തപുരത്തെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടി. 8 ലക്ഷത്തോളം ധനസഹായം നൽകി മേഘയെ പാർട്ടി സംരക്ഷിച്ചെന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിത ബാബുവിന്റെ FB പോസ്റ്റിനിടയിൽ പണം തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന മേഘ കുറിച്ചതോടെ വിവാദം ആളിപ്പടർന്നു. പ്രതിരോധത്തിലായ യൂത്ത് കോൺഗ്രസ് അനൌദ്യോഗികമായി കണക്ക് പുറത്തുവിട്ടു തുടങ്ങി. UK കോൺഗ്രസ് കമ്മിറ്റി 1.5 ലക്ഷം രൂപ നൽകി. പെൻഷനേഴ്സ് അസോസിയേഷൻ 1,20,000. യൂത്ത് കോൺഗ്രസ് നേതാവ് റിയാസ് മുക്കോളി 1 ലക്ഷം. നിലമ്പൂർ കമ്മിറ്റി 50,000. KC വേണുഗോപാൽ 25,000 ഷാർജ ഇൻഗാസ് 1 ലക്ഷവും OICC 50,000 യൂത്ത് കോൺഗ്രസ് ദേശീയ പ്രസിഡന്റ് BV ശ്രീനിവാസൻ 25,000 രാഹുൽ മാങ്കൂട്ടത്തിൽ 10,000 ഉൾപ്പെടെ 6,45,000 രൂപ നേരിട്ടും ബാങ്ക് ട്രാൻസ്ഫർ മുഖാന്തരവും കിട്ടിയിട്ടുണ്ടെന്ന് സംഘടന അനൌദ്യോഗികമായി അറിയിക്കുന്നു. ഒപ്പം തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിലും പിന്നീട് അനന്തപുരി ആശുപത്രിയിലുമായി 20 ദിവസത്തിനുമേൽ വീണ്ടും ചികിത്സ തേടിയിരുന്നു. ഓരോ ആശുപത്രിയിലും 2 ലക്ഷത്തിനുമേൽ ബിൽ തുകയായെന്നും യൂത്ത് കോൺഗ്രസ് പറയുന്നു. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇടപെട്ടാണ് തുക നൽകിയത്. ലാത്തി ചാർജിൽ ഏറ്റവും അധികം മർദ്ദനമേറ്റത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലയിലെ തന്നെ ചുമതലക്കാരനായ പ്രവീണിനായിരുന്നു. പ്രവീണിന് തുച്ഛമായ തുക മാത്രം ചികിത്സക്കായി ലഭിച്ചപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ സ്യൂട്ട് റൂം അടക്കം എടുത്തായിരുന്നു മേഘയുടെ ചികിത്സ. എന്നിട്ടും പണം ലഭ്യമായില്ലെന്നും ഇടനില നിന്ന് കൈപ്പറ്റിയവർ പുറത്തു പറയണമെന്നുമുള്ള മേഘയുടെ നവമാധ്യമത്തിലെ പ്രതികരണം കടുത്ത അമർഷമാണ് നേതാക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും കമന്റിന്മേലുള്ള വിവാദം യൂത്ത് കോൺഗ്രസിനുള്ളിൽ ആളിപ്പടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ.